ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ തേനീച്ചക്കൂടിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറുതേനീച്ചക്കൂടിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങ് തുറന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടിലെ ശല്യക്കാരായിട്ടുള്ള തേനീച്ചകളെ നമ്മൾ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു ഒരു ഒരു ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിൽ ഇതുപോലെ കോളനിയുടെ എൻട്രൻസ് ഭാഗത്ത് വെച്ചിട്ട് ആ കൂട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ശല്യക്കാരായിട്ടുള്ള ഈച്ചകളെല്ലാം വന്നിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങ് കയറിക്കോളും. അപ്പോൾ കോളനിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഈച്ചകളുടെ എണ്ണത്തിലും നല്ല കാര്യമായിട്ടുള്ള വർധന ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കുപ്പിക്കകത്ത് കുറച്ചധികം ദ്വാരം ഇട്ടിട്ടുണ്ടായിരിക്കണം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. കാരണം അതിനെ ശ്വസിക്കുകയും മറ്റുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ആ ഒരു ബോട്ടിലിനകത്ത് കുറച്ചധികം ദ്വാരം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ഇതുപോലെ ആ ബോട്ടിൽ അവിടെ വെക്കും. ഏകദേശം ഈച്ചകളൊക്കെ അതിനകത്ത് കയറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിതുപോലെ ആ ബോട്ടിൽ നമ്മൾ അടച്ച് സുരക്ഷിതമായിട്ടൊരു സൈഡിലേക്ക് വെക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറുതേനീച്ച കോളനി എങ്ങോട്ടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തേനീച്ചകളൊക്കെ അത്യാവശ്യം നല്ലപോലെ മെഴുകൊക്കെ വെച്ചിട്ട് അതിൻ്റെ അഗ്രഭാഗങ്ങളെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. നമ്മളൊരു മൂർച്ചയുള്ളൊരു പിച്ചാത്തിയോ മറ്റോ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഈ അരികെല്ലാം വിടുവിച്ചിട്ട് വേണം നമ്മളിത് തുറക്കാനായിട്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കത്തി വെച്ച് അരികെല്ലാം ഓപ്പൺ ചെയ്തു. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിതിനകത്ത് മൊത്തം 4 ചേമ്പേഴ്സ് ഉണ്ട്. ആദ്യമേ നിങ്ങൾ ഈ കാണുന്ന 2 ചേമ്പർ എന്ന് പറഞ്ഞാൽ ബ്രൂഡ് ചേമ്പറാണ്. ഇതിലാണ് ഈ മുട്ടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ചേമ്പർ എന്ന് പറഞ്ഞാലാണ് ഹണി ചേമ്പർ. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഈ ഗോൾഡൻ കളറിൽ കാണുന്ന മുട്ട കണ്ടോ, കാണുന്ന സാധനങ്ങളുണ്ടോ, അതാണ് ശരിക്കും ഇതിൻ്റെ മുട്ട. ഇത് ശരിക്കും 2 ടൈപ്പാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഒരു ലൈറ്റ് കളറിലിരിക്കുന്നത്, ഒരു ഗോൾഡൻ കളറിലിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മുട്ടയും മറ്റേ ഡാർക്ക് കളറിലിരിക്കുന്നത് പുതിയ മുട്ടയുമാണ്. അപ്പോൾ ഈ ലൈറ്റ് കളറിലിരിക്കുന്ന പഴയ മുട്ട ഉടനെ തന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് മാറും. ഡാർക്ക് കളറിലിരിക്കുന്നത് കുറച്ച് സമയം കൂടി എടുക്കും ഇതിന്. അടുത്തത് ഇതിനകത്ത് ഡാർക്ക് കളറിലിരിക്കുന്ന ഈ മുന്തിരിക്കൊല പോലെ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഹണി എന്ന് പറയുന്നത്. അതായത് ചെറുതേനീച്ചയുടെ തേൻ. പിന്നെ നല്ല ഒരു ഡാർക്ക് യെല്ലോ കളറിലിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും പൂമ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചെറുതേനീച്ച ഇതുപോലെ പൂക്കളൊക്കെ കയറി ഇറങ്ങി അതിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് അതിൻ്റെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. അതാണ് പൂമ്പൊടി. പിന്നെ ഈ ഒരു കോളനിയിൽ ഹണി ചേമ്പറിൽ ഹണിയൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ നോക്കിയിട്ട് റാണി സെല്ലൊന്നും കാണാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം കോളനി സെപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ തൽക്കാലം ഞാൻ തേനും എടുക്കുന്നില്ല, അതേപോലെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. ബൈ.